നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലും തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിലും നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസാണ്. ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ പ്രതി തസ്ലീമ സുൽത്താനയുടെ ഫോണിലാണ് നിർണായക വിവരങ്ങൾ. ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായും പെൺവാണിഭ ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി 25,000 രൂപ നൽകണമെന്ന് തസ്ലീമ ചാറ്റിലൂടെ ആവശ്യപ്പെടുന്ന തെളിവുകളാണ് ലഭിച്ചത്. ലഹരിക്ക് പുറമെ പെൺകുട്ടിയെ എത്തിച്ചു നൽകിയതിനും തെളിവുകളുണ്ട്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും എക്സൈസിന് ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. നേരത്തെ തന്നെ ഈ തസ്ലീമ സുൽത്താനയും സിനിമാ താരങ്ങളും തമ്മിലുള്ള ബന്ധം, അതോടൊപ്പം മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇവർക്ക് ലഹരി എത്തിച്ചു നൽകിയിരുന്നത് തസ്ലീമ സുൽത്താനയാണെന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഈ സിനിമാ താരങ്ങൾക്ക് പെൺവാണിഭ സംഘങ്ങളെ അല്ലെങ്കിൽ പെൺവാണിഭ ഇടപാടുകൾ അവർക്ക് നടത്തിക്കൊടുത്തിരുന്നത് തസ്ലീമയാണെന്ന വിവരങ്ങളാണല്ലോ. ഇതിന്റെ എന്തൊക്കെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ശരണ്യ? ടോമ, ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധപ്പെട്ട തസ്ലീമ സിനിമാ നടന്മാർക്ക് ഇടനിലക്കാരിയായി നിന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചിയിലുള്ള ഒരു നടന് വേണ്ടി, യുവ നടന് വേണ്ടി യുവതിയെ എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള ഇടനിലക്കാരിയായി ഇവർ പ്രവർത്തിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ എക്സൈസ് സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. ഒരു മോഡലിന്റെ ചിത്രം, ഇവർ തമ്മിലുള്ള ചാറ്റിനകത്ത് ഒരു മോഡലിന്റെ ചിത്രം തസ്ലീമ അയച്ചു നൽകി. അത് മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് 25,000 രൂപയാണ് ആ യുവതിക്ക് ഈടാക്കിയതെന്ന് ഇവർ എക്സൈസ് ഉദ്യോഗസ്ഥരോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ 25,000 രൂപയിൽ 5,000 രൂപ തനിക്ക് ലാഭമായി ലഭിക്കും എന്നുള്ള കാര്യവും ഉൾപ്പെടെയാണ് അവർ പറയുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരിയായി ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് അന്വേഷണ സംഘത്തിനുണ്ട്. സിനിമാ മേഖല കേന്ദ്രീകരിച്ചാണ് ഇവർ എത്തിച്ചു നൽകിയിരുന്നത്, അതായത് യുവതികളെ എത്തിച്ചു നൽകിയിരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, കർണാടക കേന്ദ്രീകരിച്ച വിദ്യാർത്ഥികളായി പഠിക്കാൻ പോകുന്ന ആളുകളെ അത്തരത്തിൽ ലഹരി നൽകി അവരെ കൈവശം വെച്ചതിന് ശേഷം പിന്നീട് ഇത്തരം പെൺവാണിഭ സംഘങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു റാക്കറ്റായാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ടോമ. അതിൽ തന്നെ മറ്റൊരു നിർണായകമായ വിവരം, ഈ നടനുമായി ബന്ധപ്പെട്ട് പല നടന്മാരുമായി ബന്ധപ്പെട്ട് ഇവര് ഒരു പെൺവാണിഭ സംഘത്തിന്റെ ഭാഗമായി അത്തരം ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ് എന്നുള്ളതും ഇവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു റാക്കറ്റിലേക്ക് ഇവർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, അതായത് ബാംഗ്ലൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് നൽകിയിരുന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഗുരുതരമായൊരു കേസ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കേസ് തന്നെയാണ് ഇതെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴയിൽ എങ്ങനെയാണ് ഇത്രയും വില കൂടിയ ഹൈബ്രിഡ് കഞ്ചാവ്, അതിന്റെ ഉപഭോക്താവ് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും മുറുകുന്നുണ്ട്. അതിൽ ചില വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ആലപ്പുഴ നഗരത്തിൽ നടന്ന ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട്, നിശാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ ലഹരി വിൽപ്പനയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷണ സംഘങ്ങൾ പരിശോധിക്കുന്നുള്ളത്. അത് പോലീസും പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചും അതിന്റെ ഉപഭോക്താവ് ആരാണ് എന്നതിനെ സംബന്ധിച്ചുമുള്ള ഒരു അന്വേഷണം നടത്തി വരികയാണ്. ശരണ്യ, ഇതില് ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ടല്ലോ. കാരണം 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊണ്ടുവന്നതെന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അത് ആർക്കൊക്കെ എത്തിച്ചു നൽകി? ഇവരിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് കൂടാതെ അത് എവിടേക്കാണ് പോയത്? അതോടൊപ്പം ഈ ലഹരി ഇടപാട് നടത്തിയിരുന്ന, ഇവർക്ക് ഈ തസ്ലീമ ലഹരി നൽകിയിരുന്ന സിനിമാ താരങ്ങൾ ആരൊക്കെയാണ്? പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധമുള്ള സിനിമാ താരങ്ങൾ ആരൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ വിവരങ്ങൾ ലഭ്യമാകണം. എക്സൈസിന് ഇതേക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടോ? എക്സൈസ് മാത്രമാണോ, അത് പോലീസും ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? വളരെ കൃത്യമായി തന്നെ ഇത് ആർക്കാണ് യുവതിയെ മോഡലിനെ എത്തിച്ചു നൽകിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ എക്സൈസിനുണ്ട്.
ആ നടനെ സംബന്ധിച്ച് യുവ നടനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും എക്സൈസിന് കൈവശമുണ്ട്. ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിന് ശേഷം നമ്മൾ ന്യൂസ് 18 അടക്കമുള്ള നമുക്കും ആ കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. അതിനുശേഷം ഔദ്യോഗികമായ ഒരു വിശദീകരണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കട്ടെ എന്നുള്ളതാണ് നമ്മളും കരുതുന്നത്. എന്തായാലും ഈ ഒരു മൊഴി നൽകിയതും ആർക്കാണ് എത്തിച്ചു നൽകിയതും എന്നതിനെ സംബന്ധിച്ച് കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു യുവ നടനാണ് എത്തിച്ചു നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന്റെ കൃത്യമായ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. അത്തരത്തിൽ ലഹരിയും സെക്സ് റാക്കറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് കൂട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഗുരുതരമായ ഒരു കേസ് തന്നെയാണ് ഇത് എന്നുള്ളതാണ്. എന്തായാലും ഈ ലഹരി പാർട്ടി ആലപ്പുഴയിൽ നടന്ന സംഭവം വളരെ ഗൗരവത്തോടെ പോലീസ് കാണുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നും ഒപ്പം തന്നെ മാർച്ച് 8-നും ആലപ്പുഴയിലെ ഒരു നക്ഷത്ര ഹോട്ടലിൽ ഒരു പാർട്ടി നടന്നിരുന്നു. നിശ പാർട്ടിയായാണ് അത് അനൗൺസ് ചെയ്തിരുന്നത്. അതിന് രജിസ്ട്രേഷൻ എടുത്ത ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വെച്ചുള്ള നിശ പാർട്ടി ആയിരുന്നു. അതിന് രജിസ്ട്രേഷൻ എടുത്തിരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എത്തിയത് എറണാകുളത്ത് നിന്നും ആണ്. അത് എറണാകുളത്ത് നിന്ന് യുവാക്കൾ ഇവിടേക്ക് ആലപ്പുഴയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിന് ആദ്യത്തെ പാർട്ടി അവിടെ നടന്ന ആ പാർട്ടിയിൽ MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസിന് കിട്ടുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിന് കിട്ടുന്നു, എക്സൈസിന് കിട്ടിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ രണ്ടാമത് മാർച്ച് 8-ന് ഈ പാർട്ടി നടക്കുന്നതിനിടയിൽ ആലപ്പുഴ നോർത്ത് പോലീസിന് നേതൃത്വത്തിലുള്ള സംഘം ഈ ഹോട്ടലിനുള്ളിൽ ഈ പാർട്ടി നടക്കുന്ന മുറി, ഈ നക്ഷത്ര ഹോട്ടലിലെ ആ മുറി ഒരു സംഘം വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു. അവരിൽ നിന്ന് റെന്റ് ഔട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടാണ് ഈ ഒരു പർപ്പസിന് വേണ്ടി അവർ ഉപയോഗിച്ചത്. അപ്പോൾ അന്ന് ഈ ഹോട്ടലിലുണ്ടായിരുന്ന ഹോട്ടൽ ഉടമയെ അടക്കം പോലീസ് വിശദാംശങ്ങൾ തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞതും തനിക്ക് തന്റെ കയ്യിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഇതാണ്. അത്തരത്തിലൊരു പരിശോധന ഉണ്ടെങ്കിൽ, അത്തരം ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കണം എന്ന് തന്നെയാണ് നിലപാടെടുത്തത്. തുടർന്ന് ഇതിനകത്ത് ഇത് വാടകയ്ക്കെടുത്ത ആളുകൾക്ക് ചില ക്രിമിനൽ പശ്ചാത്തലം, അതായത് ഈ നിശാ പാർട്ടി സംഘടിപ്പിച്ച ആളുകൾക്ക് ചില ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ ടോം ഓർക്കുന്നുണ്ടാകും, ആലപ്പുഴയിലെ യുവ വ്യവസായിയായി കണ്ണൂരിൽ നിന്ന് എത്തിയ യുവ വ്യവസായി അഭിഷേകിനെ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ, നടു റോട്ടിൽ തോക്കു ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യ പ്രതിയായിരുന്ന അനൂപിന്റെ നേതൃത്വത്തിൽ ആണ്, സൽപുത്രൻ അനൂപ് എന്നാണ് അയാൾ അറിയപ്പെടുന്നത്, അനൂപിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ രണ്ടാമത്തെ പാർട്ടിയും അവിടെ സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. ഇവർക്ക് ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഈ കേസുകളുമായി ബന്ധപ്പെട്ട ലഹരി കേസുകളുമൊക്കെയായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ നിലനിൽക്കുന്ന ആളുകളാണ് ഇവര്. അതുകൊണ്ട് തന്നെ ഈ അനൂപിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ പാർട്ടി നടത്തി. രണ്ടാമത്തെ പാർട്ടി ഇവര് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അടക്കം പരസ്യം നൽകിയാണ് നിശാ പാർട്ടി സംഘടിപ്പിച്ചത്. ആ പാർട്ടിയിൽ ആദ്യത്തെ സംഭവം അതീവ രഹസ്യമായാണ് നടന്നതെങ്കിൽ രണ്ടാമത്തെ സംഭവത്തെ സംബന്ധിച്ച് വിശദമായ സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ നോർത്ത് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം, നോർത്ത് CI രാജേഷിന്റെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘം 15-അംഗ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള 15-അംഗ സംഘം ഈ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് എത്തി. അവിടെ നിലയുറപ്പിച്ചതിനെ തുടർന്നാണ് അന്ന് ഈ നിശാ പാർട്ടി അവിടെ നടക്കാതെ പോയത്. അതിൽ തന്നെ ഈ യുവാക്കൾക്ക്, അതായത് ആലപ്പുഴയിൽ എത്തുന്ന ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്ന യുവതികൾക്ക് സൗജന്യമായി മദ്യം നൽകുമെന്നായിരുന്നു വുമൻസ് ഡേ ഓഫറായി അവര് വയ്ക്കുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ ഒരു ഓഫർ വെച്ചും, അതായത് സൗജന്യ മദ്യം എന്നതുകൊണ്ട് ഇവർ ആകർഷിച്ച് അവിടേക്ക് എത്തിക്കുന്നതിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഹരി തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അത്തരമൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നോർത്ത് പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല സ്പെഷ്യൽ ബ്രാഞ്ചും ഈ സംഭവത്തിൽ വിശദാംശങ്ങൾ തേടുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിലടക്കം ഈ വിഷയം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ലഹരി പാർട്ടി നടക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ലഹരി പാർട്ടിയല്ല നിശാ പാർട്ടി നടക്കുന്ന ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പുറത്തു നിന്നുള്ള ആളുകളാണ് ഏറ്റവും അധികം, പ്രത്യേകിച്ച് എറണാകുളത്തു നിന്നുള്ള ആളുകളാണ് അതിനകത്ത് ഏറ്റവും അധികം പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ഇവർ ഉദ്ദേശിച്ചിരുന്നത്, ഈ പാർട്ടി സംഘടിപ്പിച്ചിരുന്ന ആളുകൾ ഉദ്ദേശിച്ചിരുന്നത്, ഇങ്ങനെ ഈ നിശാ പാർട്ടി സംഘടിപ്പിച്ചത് സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പബ്ബ് പോലെയുള്ള ഒരു സംവിധാനം, വലിയ ലക്ഷറി ആയ ഒരു സംവിധാനം ആലപ്പുഴയിൽ ഒരുക്കാമെന്നായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത് എന്നുള്ളതും രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അതിനുശേഷം ആഴ്ചകൾ പിന്നിടുമ്പോഴാണ്, ആ സംഭവം നടന്ന ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു നല്ല വിലയുള്ള, അല്ലെങ്കിൽ ഒരു ഗ്രാമിന് 10,000 രൂപയ്ക്ക് മേൽ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ തസ്ലീമ എത്തുന്നത്. തസ്ലീമ ഈ കണ്ണികളിൽ ഒരു ചെറിയ ആളല്ല, ഈ ഇതിന്റെ ഒരു ഹോൾസെയിൽ വിൽപ്പനക്കാരി എന്ന് തന്നെ പറയാൻ കഴിയുന്ന
വർഷങ്ങളായി ഈ രംഗത്തുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അവർ തന്നെ ഇവിടെ ഈ ഒരു 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി ഇവിടെ എത്തണമെങ്കിൽ ഇവിടെ അത് തന്നെയാണ് ഏറ്റവും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ ലഹരി എത്തിച്ചു നൽകിയിരുന്ന പ്രധാനിയാണ് കണ്ണൂർ സ്വദേശിനിയായ തസ്ലീമ സുൽത്താൻ. ഇവർ ഓരോ നാട്ടിലും വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ക്രിസ്റ്റീന, മഹിമ തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നു എന്ന വിവരങ്ങൾ ഇന്നലെ ശരണ്യ സ്നേഹജൻ തന്നെ പുറത്തുവിട്ടതാണ്. അത്തരം നിർണായകമായിട്ടുള്ള ഓരോ വിവരങ്ങളും അന്വേഷണ സംഘത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ ആർക്കൊക്കെയാണ് ലഹരി എത്തിച്ചു നൽകിയിരുന്നത്, ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല ശരണ്യ സൂചിപ്പിച്ചതുപോലെ നിശാ പാർട്ടിയിൽ ആരൊക്കെ പങ്കെടുത്തു, സിനിമാ താരങ്ങളും തസ്ലീമയും തമ്മിലുള്ള ബന്ധം, ഇവർക്ക് ലഹരി ഇടപാടിന് പുറമെ ഈ പെൺവാണിഭ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൊച്ചിയിൽ റിട്ടയർഡ് ജഡ്ജിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ 3 പേർ പിടിയിൽ. തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാ, മുഹമ്മദ് ഷർജിൽ, മിർഷാദ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ കൊച്ചി സൈബർ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് റിട്ടയർഡ് ജഡ്ജി ശശിധരൻ നമ്പ്യാരിൽ നിന്നും ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ 90 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത വാർത്ത പുറത്തു വന്നത്. ഈ കേസിൻ്റെ അന്വേഷണം എത്തിയത് തലശ്ശേരി സ്വദേശികളിലേക്കാണ്. ഇവർക്ക് ഉത്തരേന്ത്യൻ സംഘങ്ങളുമായി ബന്ധമുണ്ടോ? ഈ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സൈബർ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ആജ്ഞ? ടോം, ഇതുമായി ബന്ധപ്പെട്ട ഈ 3 പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അതേസമയം 3 പേരല്ല, ഇനിയും 6 പ്രതികളെ കൂടി പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 2 പ്രതികൾക്ക് വേണ്ടിയാണ് ഇവർ തലശ്ശേരി ഭാഗത്തേക്ക് ഇവിടുന്ന് കൊച്ചിയിലെ സൈബർ പോലീസ് വിങ് പോയത്. അതേസമയം ചോദ്യം ചെയ്യലിനിടെ, അതായത് 2 പേരെ പിടികൂടുന്നതിനിടെയാണ് 3-മതൊരാൾ കൂടി ഈ കേസിൽ പിടിയിലാകുന്നത്. എന്തായാലും തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാ, മുഹമ്മദ് ഷർജിൽ, മിർഷാദ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ സൈബർ പോലീസ് കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ പിടിയിലായ സംഘങ്ങൾ പിടിയിലായിട്ടുള്ളത്. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം SHO ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഈ ഓൺലൈൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ജഡ്ജിയുടെ കയ്യിൽ നിന്നും 90 ലക്ഷം രൂപ തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ, അതായത് ഈ സമൂഹത്തിൽ നമ്മൾ പറ്റിക്കപ്പെടില്ല എന്ന് കരുതുന്ന ആളുകൾ പോലും ഇത്തരം സംഘങ്ങളുടെ വലയിലാകുന്നു എന്നുള്ളതാണ് ഇത് അതിശയം. ഇതിൽ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഇതുണ്ടാക്കി, അത് ലോഗോ ഉണ്ടാക്കി, ആ ലോഗോ ഉപയോഗിച്ചിട്ടാണ് ഈ ട്രേഡിംഗ് ആപ്പ് തയ്യാറാക്കിയിരുന്നത്. അതിന് അതായത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകൾക്ക് കൂടി ഇതിൽ പറ്റിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം, അതായത് 100 രൂപയ്ക്ക് 80% അല്ലെങ്കിൽ 70 രൂപ എന്നുള്ള കണക്കിലൊക്കെ ലാഭം പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ ആലോചിക്കണം, ഇതൊക്കെ തട്ടിപ്പിന്റെ ഇടങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള സാഹചര്യം, ഒരുപക്ഷെ ക്രിപ്റ്റോ കറൻസി കൺവേർട്ട് ചെയ്യുന്നതിലുള്ള തുകയുടെ അത് എത്രയും ശതമാനം ഏറുന്നത് അങ്ങനെ ആയിരിക്കാമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സംഘങ്ങൾ മുന്നേറുന്നത്. ഈ ചെറിയ ചെറിയ തുകയ്ക്കൊക്കെ പെട്ടെന്ന് റിട്ടേൺ കിട്ടുമ്പോൾ അതിലേക്ക് പെട്ടെന്ന് സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ പല ഉന്നതർ പോലും ഈ ഓൺലൈൻ തട്ടിപ്പിന് ഇരകളാകുന്നുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഒരു മെത്രാപ്പൊലിത്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ്, ആലപ്പുഴയിലെ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ദമ്പതികളിൽ നിന്നും 7 കോടി രൂപയായിരുന്നു തട്ടിയെടുത്തത്. ഏറ്റവും ഒടുവിലാണ് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയിൽ നിന്നും 90 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഈ തട്ടിപ്പ് പണം ഈ പ്രതികൾ എന്തു ചെയ്തിരിക്കാം? മാത്രമല്ല, നിലവിൽ 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ സംഘത്തെ നിയന്ത്രിച്ചിരുന്നത് ഈ തലശ്ശേരി സ്വദേശികളായിട്ടുള്ള നിലവിൽ പിടിയിലായിട്ടുള്ളവരാണോ അതോ ഉത്തരേന്ത്യൻ ലോബിയാണോ? അല്ല ടോം,
ഇവർ സംഘ അംഗങ്ങൾ മാത്രമാണ്. ഇതൊരു വലിയ ലോബിയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് ഇവരുടെ ശൃംഖല വ്യാപിച്ചിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷെ മാത്രമല്ല, ചൈനയിൽ നിന്നുള്ള തട്ടിപ്പ് സംഘങ്ങളുടെ ഭാഗമാണ് ഇവരെന്നുകൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ പിടിയിലായ 3 പേർ, ഇനി 6 പേരുടെ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പിടിയിലായ 3 പേർ ഈ ചെറിയ സംഘങ്ങളോ അതല്ലെങ്കിൽ അവര് മാത്രമായിട്ട് ഈ 90 ലക്ഷം രൂപ പറ്റിച്ചെടുത്തതോ അങ്ങനെയല്ല. അതൊരു വലിയ ലോബിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ ചൈന ഉൾപ്പെടെയുള്ള ഈ ഇത്തരം ശൃംഖല വ്യാപിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളവരാണോ എന്നുള്ള കാര്യം കൂടി വ്യക്തത വരാനുണ്ട്. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിങ്ങിലൂടെയോ ഓൺലൈൻ ഗെയിമുകളിലൂടെയോ ഒക്കെ പണം നൽകുന്ന സാഹചര്യം, ഇതൊരു നിശ്ചിത സമയത്തേക്ക് ആ പണം സേവ് ചെയ്ത് വെക്കാനുള്ള ഇടമായിട്ടാണ് ഇത്തരം ഇടപാടുകാർ കാണുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഗെയിമിൽ നിന്ന് 100 രൂപ ലഭിക്കുന്നു. ആ 100 രൂപയുടെ കള്ളപ്പണം അല്ലെങ്കിൽ തട്ടിപ്പിന്റെ അനധികൃത പണം 100 രൂപ മറ്റൊരാളുടെ അക്കൗണ്ടിൽ തൽക്കാലത്തേക്ക് നിക്ഷേപിക്കുന്നു. പിന്നീട് അത് ആ വലിയ തുക നിക്ഷേപിക്കുമ്പോൾ അത് മുഴുവൻ കൂടി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് കുട്ടികൾ പോലും ഈ ഒരു ഗെയിമിന്റെ ഭാഗമായി കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ ഭാഗമായി തീർന്നൊരു അവസ്ഥ കൂടിയുണ്ട്. അത് ഒന്നുകിൽ ഇത്തരം കേസ് നടപടികളോ ഒക്കെ വരുമ്പോൾ മാത്രമായിരിക്കാം മാതാപിതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നത് ഇത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളായിരുന്നു അല്ലെങ്കിൽ ഇത് അനധികൃതമാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലും. സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ കൊച്ചുകുട്ടികൾ പോലും പല രീതിയിൽ ഓൺലൈൻ ഗെയിമുകളുടെ അടിമത്തത്തിൽപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ ലോൺ ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ടവരുണ്ട്. പിന്നീട് ആത്മഹത്യയിലേക്ക് പോയ കുടുംബങ്ങൾ പോലുമുണ്ട്. ഇവിടെ നമുക്കറിയാം, ഈ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുകയും ഓരോ ദിവസവും കേരളത്തിൽ നിന്ന് മാത്രം കോടികൾ നഷ്ടപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തന്നെ കേരളത്തിൽ നിന്നും 500 കോടിയിലധികം രൂപ ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ പലരിൽ നിന്നായി തട്ടിയെടുത്തായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതേ തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ പോലും ആ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴും തട്ടിപ്പുകൾ നടക്കുന്നു, പലരും കെണിയിൽ വീഴുന്നു. ഈ സംഘം, ഈ റിട്ടയർഡ് ജഡ്ജിയിൽ നിന്നും 90 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘം കൂടുതൽ പേരെ കബളിപ്പിച്ചിട്ടുണ്ടോ, കൂടുതൽ പേരിൽ നിന്നും പണം തട്ടിയെടുത്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് കൂടിയാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 3 പേര് പിടിയിലായി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ 6 പേരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള 6 കുറ്റവാളികളുടെ ഡീറ്റെയിൽസ് കൂടി പോലീസിന്റെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 6 പേരുടെ വിവരങ്ങളും അവർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് കൊച്ചി സൈബർ പോലീസ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഈ വിവിധ തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെ തരത്തിൽ ആളുകളെ സമീപിക്കുന്നുണ്ട്, സൈബർ കുറ്റവാളികൾ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പിന് ഇരയാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ ഇപ്പോൾ ഫോണിന്റെ ഡയലർ ടോണൊക്കെ ആയിട്ടൊക്കെ നമ്മളത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ ഇതിൽ ചെന്ന് പെടുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന 500 കോടിയിലധികം രൂപ വരുന്ന വലിയ തട്ടിപ്പിന് ഇരയാകുന്ന ഒരു സാഹചര്യം കൂടി കേരളത്തിൽ മാത്രം ഉണ്ടാകുന്ന അവസ്ഥയിൽ ഇത്തരം വലിയ കണക്കുകളൊക്കെ പുറത്തു വരുമ്പോഴും ഇത്തരം നിർദ്ദേശങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടാകുന്നില്ല, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ നിരക്ഷരരാണ് എന്നുള്ള ഒരു വസ്തുത കൂടിയാണ് വ്യക്തമാകുന്നത്. കാരണം ഇത്തരം തട്ടിപ്പുകൾ നിരന്തരം ആവർത്തിക്കുന്നു. അതും റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 90 ലക്ഷം രൂപ, ഡോക്ടർ ദമ്പതികളുടെ നിന്നും 7 കോടി രൂപ, കൊച്ചിയിലെ തന്നെ മറ്റൊരു സ്ത്രീയിൽ നിന്ന് 4 കോടി രൂപ, ഇതൊക്കെ നമ്മൾ വെറുതെ അതായത് ഇവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, എന്തൊക്കെയാണ്, എത്രയാണ് ഇവരുടെ ബാങ്ക് ബാലൻസ്, ഈ പറയുന്നത് പോലെ നമ്മുടെ സെക്യൂരിറ്റി മെഷർമെന്റ്സ് ഫോണിലായാലും മറ്റു സാഹചര്യങ്ങളിലായും ഏറുന്നതിനനുസരിച്ച് തന്നെ അത് ബ്രേക്ക് ചെയ്യാനുള്ള ക്രൈം ഇതും സാധ്യതയും ഏറുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള തരത്തിലുള്ള കുറ്റവാളികൾ ഏറുകയാണ്, സൈബർ കുറ്റവാളികൾ ഏറുകയാണെന്ന് എന്നുള്ളത് വാസ്തവമാണ്. ഇത് നമ്മൾ ഏത് തരത്തിലുള്ള സെക്യൂരിറ്റി മെഷർമെന്റുകൾ ഉപയോഗിക്കപ്പെടുമ്പോഴും അതിനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇത്ര വലിയ കുറ്റകൃത്യങ്ങൾ, വലിയ
തുക തട്ടിക്കപ്പെടുന്നതും അതിന് തട്ടിപ്പിനിരയാകുന്നു, വലിയ തുകയ്ക്കുള്ള തട്ടിപ്പിനിരയാകുന്നത് സമ്പത്തുള്ള ആളുകളുടെ ബാങ്കിൽ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റിട്ടയർഡ് ജഡ്ജിയിൽ നിന്നും ഓൺലൈൻ തട്ടിപ്പിലൂടെ 90 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് 3 പ്രതികൾ, തലശ്ശേരി സ്വദേശികളായ 3 പേർ പിടിയിലായിരിക്കുന്നു. ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നും ഉടൻ തന്നെ കൂടുതൽ പേർ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്നുമാണ് കൊച്ചി സൈബർ പോലീസ് നൽകുന്ന വിവരങ്ങൾ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ജീവനൊടുക്കിയ യുവതിയുടെ സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിയുമായ മറ്റൊരു IB ഉദ്യോഗസ്ഥയും സുഗാന്ത് സുരേഷിനെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായതെന്നാണ് കണ്ടെത്തൽ. അതേസമയം ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി ഗർഭചിത്രം നടത്തിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ പോലീസിന് കൈമാറിയതാണ് ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബം. അതേ തുടർന്ന് ഈ സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ഇയാൾ പക്ഷേ ഇതുവരെ 1.5 ആഴ്ച കഴിഞ്ഞിട്ട് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണല്ലോ ഇത്. എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഡാൻ? കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെയാണ് ഈ സുഗാന്ത് സുരേഷിന് കൂടൽ സ്വദേശിനിയായ ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ മറ്റ് 2 IB ഉദ്യോഗസ്ഥരുമായി കൂടി വളരെ അടുത്ത പ്രണയബന്ധമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സ്വദേശിനിയായ മറ്റൊരു IB ഉദ്യോഗസ്ഥ സുഗാന്തിനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തുകയും ഇത് ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയും തിരുവനന്തപുരം സ്വദേശിനിയും തമ്മിലുള്ള തർക്കത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിനിടയിലാണ് 2024 ജൂലൈ മാസം 4-ാം തീയതി ഈ ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥ ഗർഭചിത്രം നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ന്യൂസ് 18 നിന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് സുഗാന്ത് സുരേഷ് വളരെ വിദഗ്ധമായി ഈ ഗർഭചിത്രം നടത്തിച്ചതിന് ശേഷം ഈ വിവാഹാലോചനയിൽ നിന്ന് വളരെ ബോധപൂർവം പിന്മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു. അവിടെയാണ് വളരെ അപ്രതീക്ഷിതമായി മാനസികമായി തകരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ 24-കാരിയായ യുവതി എത്തുകയും ഇനി ആത്മഹത്യ മാത്രമാണ് തനിക്ക് മുന്നിലുള്ള ഒരു പോംവഴി എന്ന തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്തത്. അങ്ങനെ ഈ സംഭവം ഉണ്ടാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും ഈ തിരുവനന്തപുരം സ്വദേശിനി ഈ സുഗാന്തിനെ വിവാഹം കഴിക്കണമെന്ന ശാഠ്യം പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ഈ ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയ്ക്ക് മുമ്പിൽ മറ്റൊരു പോംവഴികളും ഇല്ലാത്ത ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതായത് ഒന്ന്, സാമ്പത്തികമായി എല്ലാ മാസവും ഉണ്ടായിരുന്ന ശമ്പളം സുഗാന്തിനെ കൈമാറുന്ന സാഹചര്യം, മാത്രവുമല്ല വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ച് വളരെ അടുത്തിടപെടുന്ന ഒരു സാഹചര്യം. ഇതിനൊക്കെ ഒടുവിൽ വളരെ ബോധപൂർവം തൻ്റെ ചതിക്കുകയായിരുന്നു സുഗാന്ത് എന്ന് തിരിച്ചറിഞ്ഞ യുവതിക്ക് മാനസികമായി പിടിച്ചു നിൽക്കാനായില്ല. മറ്റ് അടുത്ത സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സുഗാന്ത് മാത്രമായിരുന്നു ഈ യുവതിയുടെ ലോകം. IBയിൽ ട്രെയിനിങ്ങിന് പോയതിനു ശേഷം ഈ യുവതി സുഗാന്തുമായി വളരെ അടുക്കുകയും മാതാപിതാക്കളുമായി ഉണ്ടാ ബന്ധത്തിൽ വരെ അത് അകൽച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന തരത്തിലൊക്കെയായിരുന്നു ഈ ബന്ധമെന്നാണ് അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ സുഗാന്ത് എവിടെയെന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായൊരു ഉത്തരമില്ല. പോലീസ് ആദ്യം ചാവക്കാടാണ് അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയത്. ചാവക്കാടാണ് സുഗാന്ത് സുരേഷിന്റെ മാതാവിന്റെ തറവാട് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അതിനുശേഷം പാലക്കാടുള്ള മാതൃ സഹോദരന്റെ വീട്ടിലേക്ക് പരിശോധനകൾക്ക് വേണ്ടി അന്വേഷണ സംഘം എത്തി. അവിടെ നിന്ന് തലനാടിലേക്കാണ് സുഗാന്തും കുടുംബവും രക്ഷപ്പെട്ടത് എന്ന സൂചനയാണ് പോലീസിന് ലഭിച്ചത്. ഒടുവിൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഏറ്റവും ഒടുവിലായി സുഗാന്ത് സുരേഷിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നത് പോണ്ടിച്ചേരിയിലാണ് എന്ന് കണ്ടെത്തി. അവിടെയും അന്വേഷണ സംഘം എത്തി. പക്ഷേ അതിനുശേഷം സിഗ്നലുകൾ മുഴുവൻ ഓഫാണ്. സുഗാന്ത് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച അവ്യക്തതകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. അതിനിടയിൽ ചെന്നൈയിൽ സുഗാന്ത് കുടുംബസമേതം ഉണ്ട് എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കാരണം അത്രയും ഈ 1.5 ആഴ്ചത്തോളമായി പോലീസിനെ വട്ടം കറക്കുന്നു. അതും ഗുരുതരമായ കേസുകളടക്കം ചുമത്തപ്പെട്ട ഒരു IB ഉദ്യോഗസ്ഥനെ തേടി പോലീസ് പലയിടത്തും അന്വേഷിക്കുന്നുണ്ട്. ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം ഈ സുഗാന്ത് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിച്ചപ്പോൾ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല. പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്.
ഇനി എന്തായിരിക്കും പോലീസിന്റെ നീക്കം? കാരണം IB യെ സമീപിച്ചിട്ടുണ്ടോ? കേന്ദ്ര IB യെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ടോ? IB ക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ ഇപ്പോഴും സർവീസിലുണ്ടോ അതോ ലീവിലാണോ? കാരണം ഇത്രയധികം ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയ പശ്ചാത്തലത്തിൽ വകുപ്പ് തല നടപടിയും ഉണ്ടാകേണ്ടതല്ലേ ഡാൻ? അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വകുപ്പ് തല നടപടികളൊക്കെ ഉണ്ടാകുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അത്തരം നടപടികൾ പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ കസ്റ്റഡിയിലെടുത്ത് സുഗാന്തിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായൊരു ഘട്ടത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതിനുവേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണത്തിന് കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഒരു തീരുമാനത്തിലെത്തുക. കോടതി അറസ്റ്റിന് തടസ്സമില്ല എന്ന ഒരു വിധിയിലേക്കാണ് എത്തുന്നതെങ്കിൽ പിന്നെ പോലീസ് നടപടികളും ഊർജിതമാകും. IBയുടെ കൂടി സഹകരണത്തോടെയാണ് അന്വേഷണ സംഘം ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം വിട്ടിട്ടില്ല സുഗാന്ത് സുരേഷ് എന്ന് ഉറപ്പിക്കുമ്പോഴും എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്ന കാര്യത്തിലാണ് അവ്യക്തത നിലനിൽക്കുന്നത്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും IB ഉദ്യോഗസ്ഥരുടെ ഒരു വലയം ആയതിനാൽ അവിടേക്ക് സംസ്ഥാന പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് കടന്ന് കയറുന്നതിന് ചില പരിമിതികളുണ്ട്. അവിടെയാണ് അന്വേഷണം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അതിന്റെ ചുമതല കൈമാറണമെന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഏറുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാനാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ അവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഗർഭചിത്രം നടത്തിയതിൻ്റെ തെളിവുകളടക്കമാണ് ന്യൂസ് 18 ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. നേരത്തെ ഈ IB ഉദ്യോഗസ്ഥന് സുഗാന്തിന് മറ്റൊരു യുവതിയുമായും ബന്ധമുണ്ടായിരുന്നു. അതേ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന് പ്രശ്നങ്ങളായത്. പിന്നീട് അത് ആത്മഹത്യയിൽ വരെയും കലാശിക്കുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നു. പാലക്കാട് ട്രെയിനിൽ വെച്ച് 1 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ടായിരിക്കുന്നു. ട്രെയിനിൽ നിന്ന് തട്ടിയെടുത്ത 1 വയസ്സുള്ള കുഞ്ഞുമായി കിടക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുഞ്ഞുമായി കിടക്കാൻ ശ്രമിച്ച തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി വെട്ടുവേലിനെ സംശയം തോന്നിയ നാട്ടുകാർ തടഞ്ഞു വെക്കുകയായിരുന്നു. ഒഡീഷ സ്വദേശികളുടെ കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. പിന്നീട് വെട്ടുവേലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, ഏറെ ആശങ്കാകരമായ വാർത്തയായിരുന്നു കഴിഞ്ഞ രാത്രി പുലർച്ചെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഉണ്ടാകുന്നത്. ഒരു കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, പിന്നീട് നാട്ടുകാരുടെ വെട്ട് പിടികൂടുന്നു. ഈ ആളുടെ ഡിണ്ടിഗൽ സ്വദേശി വെട്ടുവേലിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇങ്ങനെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കേസുമായി ഇയാൾക്കെതിരെ ഇതിനു മുൻപ് ഇത്തരം കേസുകളുണ്ടോ? ടോം, വിശദമായി ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നതേ ഉള്ളൂ. ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ രാത്രി, അതായത് പുലർച്ചെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഒഡീഷയിൽ നിന്നും ആലുവയിലേക്ക് വരുന്ന ടാറ്റ നഗർ എക്സ്പ്രസിൽ നിന്നാണ് കുട്ടിയെ ഇയാൾ തട്ടിയെടുത്തത്. ഈ കുട്ടി എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത് എന്ന് സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് കൃത്യമായ ഒരു വ്യക്തതയില്ല. കാരണം ഇവർ ട്രെയിനിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ കമ്പാർട്ട്മെന്റിൽ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ സീറ്റിൽ കുട്ടിയെ കിടത്തി അതിന് തൊട്ടടുത്തായി തന്നെ ഉറങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ വെട്രിവേൽ കുട്ടിയെ തട്ടിയെടുക്കുന്നത്. ഈ രക്ഷിതാക്കളുടെ മൊഴി അനുസരിച്ച് കുട്ടിയെ തട്ടിയെടുത്തത് ഇവർ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ട്രെയിൻ തൃശ്ശൂരിലെത്തിയപ്പോഴാണ് ഇവർ എഴുന്നേൽക്കുന്നതും കുട്ടിയെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നതും ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിന്നീട് കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ കണ്ടെത്തി പോലീസിന് നൽകിയാണ് അന്വേഷണം പുരോഗമിച്ചത്. എന്തായാലും ഇതിൽ നിർണായകമായത് ഈ നാട്ടുകാരുടെ ഇടപെടൽ തന്നെയാണ്. കാരണം ഈ നാട്ടുകാർ കണ്ട് ഈ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഈ ഒലവക്കോട് നിന്നാണ് ഈ കുട്ടിയുമായി ഇയാളെ പിടികൂടുന്നത്. ഈ കുട്ടി വളരെ നേരമായി കരയുന്നതിനെ തുടർന്ന് ശ്രദ്ധിച്ച നാട്ടുകാരാണ് ഇത്തരത്തിൽ ഇയാളോട് ഈ കുട്ടി നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ വെട്രിവേൽ ആദ്യം മറുപടി നൽകുന്നത് അതെ എന്നായിരുന്നു. പക്ഷെ പിന്നീട് ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഈ മദ്യലഹരിയിൽ തന്നെ പിന്നീട് ഇയാൾ നാട്ടുകാരോട് ക്ഷുഭിതനാവുകയും നിങ്ങളുടെ കുട്ടിയാണെങ്കിൽ എടുത്തുകൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് ക്ഷുഭിതനാവുന്ന ആയി. അതിനുശേഷമാണ് നാട്ടുകാർക്ക് പിന്നീട് ഈ സംശയം ബലപ്പെട്ടത്. അതോടുകൂടി തന്നെ ഇയാളെ പിടികൂടുകയായിരുന്നു. പിന്നീട് ഈ പോലീസ് അന്വേഷണത്തിൽ ഈ കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ നൽകിയായിരുന്നു അന്വേഷണം. അങ്ങനെ ഈ ഫോട്ടോ കാണിച്ച് ഈ ഒലവക്കോട് നിന്ന് കിട്ടിയ കുട്ടിയുടെ ഫോട്ടോ രക്ഷിതാക്കൾക്ക് കാണിച്ചു. അങ്ങനെയാണ് ഈ കുട്ടി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. എന്തായാലും കുട്ടിയെ പിന്നീട് ഒലവക്കോട് എത്തി ഈ രക്ഷിതാക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വെട്രിവേലിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ മുമ്പും ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള കേസുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ വെട്രിവേൽ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ആളാണോ അതോ ഈ സ്ഥിരമായി പാലക്കാട് താമസമുള്ള ആളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പുരോഗമിക്കും. എന്തായാലും ഈ ആലുവയിലേക്കുള്ള ഒഡീഷയിൽ നിന്നും ആലുവയിലേക്കുള്ള ഈ ട്രെയിനിലാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം നടന്നത്. ഈ ഒഡീഷ സ്വദേശികൾ കഴിഞ്ഞ 10 വർഷമായി ആലുവയിൽ താമസിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് ഇതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘം, തമിഴ് നാടോടി സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു സംഘം കേരളത്തിലെത്തിയിരുന്നു. പിന്നീട് അതീവ ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകിയതാണ് പോലീസ്. പോലീസ് ഇവർക്കെതിരെ കർശനമായ നടപടിയും സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഒരു സംഘത്തിൽപ്പെട്ട വ്യക്തിയാണോ ഈ വെട്രിവേൽ? ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അതോ ഈ ട്രെയിനിൽ വെച്ച് ഈ കുഞ്ഞിനെ ഈ ഒരു കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യം വന്നപ്പോൾ എടുത്തുകൊണ്ട് പോയതാണോ? അതോ കൃത്യമായും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഇയാൾ ട്രെയിനിൽ കയറിയത്? ടോം, തീർച്ചയായും അക്കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകലും പിന്നീട് ആ കുട്ടികളുടെ വലിയ രീതിയിൽ ഭിക്ഷാടനത്തിന് ഇറക്കലും അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കണ്ടതാണ്. വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ജനങ്ങൾക്ക് കൊടുത്തതുമാണ്. ഈ വെട്രിവേൽ ഇത്തരത്തിലുള്ള സംഘത്തിൽപ്പെട്ട ഏതെങ്കിലും ആളാണോ? മുമ്പ് ഇത്തരത്തിൽ വല്ല കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഇയാൾ ഈ ട്രെയിനിൽ നിന്നും, അതായത് ഒഡീഷയിൽ നിന്നോ മറ്റോ ഈ ട്രെയിനിൽ നിന്ന് വരുന്നതായിരുന്നോ അതോ ഈ പാലക്കാട് ട്രെയിൻ നിർത്തിയ സമയത്ത് ട്രെയിനകത്തേക്ക് മദ്യലഹരിയിൽ ട്രെയിനകത്തേക്ക് കയറി കുട്ടിയെ തട്ടിയെടുക്കുകയായിരുന്നോ? ആസൂത്രിതമായ ഒരു തട്ടിക്കൊണ്ടുപോകലായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. എന്തായാലും പോലീസ് ഇയാളെ വെട്രിവേലിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർണായകമായത് നാട്ടുകാരുടെ ഇടപെടലാണ്. കാരണം പൊതുവെ നമ്മൾ പറയാറുണ്ട്, ഈ കാലത്ത് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനോ ഒന്നും പൊതുവെ നാട്ടുകാർക്ക് സമയമില്ല, ഇന്നത്തെ ഒരു സമൂഹത്തിന് സമയമില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്. അതായത് ഒരു ആവശ്യത്തിന് പോലും നാട്ടുകാരോ മറ്റോ സഹായത്തിന് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ അതിനൊക്കെ വളരെ ഗുരുതരമായി തന്നെ നമ്മൾ ആരോപിക്കാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട നാട്ടുകാർ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടതും ഒപ്പം തന്നെ അതിൽ ഈ വെട്രിവേലിനെ പിടിച്ച് ആദ്യം ചോദ്യം ചെയ്യുന്നതും പിന്നീടാണ് ഈ ഒരു സംശയത്തിലേക്ക്, അതായത് ഈ വെട്രിവേലിന്റെ കുട്ടിയല്ല ആണോ അല്ലയോ എന്നുള്ള ഒരു സംശയം പിന്നീട് ശക്തിപ്പെടുന്നതും അത് സ്ഥിരീകരിക്കുന്നതൊക്കെ ഈ നാട്ടുകാരുടെ ഇടപെടൽ മൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടെത്താനായത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇയാൾ മറ്റേത് മേഖലയിലേക്കാണ് പോകുക എന്നത് സംബന്ധിച്ചൊന്നും അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നീട് ആ കുട്ടിയെ കണ്ടെത്താൻ കുറച്ചുകൂടി ദുഷ്കരമായിരുന്നു ആ ഒരു രക്ഷാദൗത്യം. പക്ഷേ ഇത് നാട്ടുകാരുടെ ഇടപെടൽ മൂലം വളരെ വേഗം തന്നെ കുട്ടിയെ തിരിച്ചു കിട്ടി എന്നതാണ് ഏറ്റവും പ്രധാനം. ടോം, വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് ട്രെയിനിൽ നിന്നും 1 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമമുണ്ടായത്. കുഞ്ഞുമായി കടക്കാനുള്ള ശ്രമം പിന്നീട് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുഞ്ഞുമായി കടക്കാൻ ശ്രമിച്ച തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി വെട്രിവേലിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഇയാൾക്ക് ഇതുപോലെ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കുന്ന സംഘവുമായി ബന്ധമുണ്ടോ, അത്ര ഉദ്ദേശത്തോടു കൂടിയാണോ ട്രെയിനിൽ കയറിയത് തുടങ്ങിയ വിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊച്ചിയിൽ തൊഴിൽ ചൂഷണത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ടാർഗറ്റ് പൂർത്തിയാകാത്തതിനെ തുടർന്ന് കഴുത്തിൽ നായ്ക്കളുടെ ബെൽറ്റിട്ട് നടത്തിച്ചു. ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് വൻ തൊഴിൽ ചൂഷണം നടന്നത്. പെരിന്തൽമണ്ണ, കൊച്ചി എന്നിവിടങ്ങളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് ഉദ്യോഗാർത്ഥികളെ ഇവർ വിളിച്ചു വരുത്തിയത്. നിശ്ചിത ടാർഗറ്റ് പൂർത്തീകരിക്കാത്തതിൻ്റെ പേരിലാണ് മാനേജ്മെന്റ് വക ക്രൂരമായ തൊഴിൽ പീഡനം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇത് കേരളത്തിൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണേണ്ടി വരുന്നു. കാരണം തൊഴിൽ ചൂഷണം, അതും ക്രൂരമായ രീതിയിൽ ഒരു മൃഗങ്ങളോട് പെരുമാറുന്ന രീതിയിൽ തൊഴിലാളികളോട് കാട്ടിക്കൂട്ടുന്ന പരാക്രമം, ഇത് എവിടെയാണ് സംഭവിച്ചത്, എന്നാണ് സംഭവിച്ചത്? പോലീസിൽ പരാതിപ്പെട്ടിട്ട് നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ട് നടപടി ഇല്ലാതായ ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ള പറയുന്നുണ്ട്. കാര്യമായ രീതിയിൽ നടപടികൾ ഉണ്ടായില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കലൂരിൽ പ്രവർത്തിക്കുന്ന
ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ രീതിയിൽ ക്രൂരമായ രീതിയിലുള്ള ഒരു തൊഴിൽ ചൂഷണം നടന്നത്. ഇവർ വിവിധ കമ്പനികളിലേക്ക് മാർക്കറ്റിംഗ്, അതായത് ഈ ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് അടക്കമുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന അവർക്ക് വേണ്ടി തൊഴിലാളികളെ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നിശ്ചിത ടാർഗറ്റ് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ മാനേജ്മെന്റിന്റെ വക ക്രൂരമായ രീതിയിലുള്ള ഒരു പീഡനമാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ഉദ്യോഗാർത്ഥികൾ ഇവരെ തന്നെ കഴുത്തിൽ ബെൽറ്റിട്ട് നായ്ക്കളെ പോലെ നടത്തിക്കുക, അതോടൊപ്പം തന്നെ നാണയത്തൂട്ട് താഴെയിട്ട് അത് അവരെ കൊണ്ട് നക്കിയെടുക്കാനായിട്ട് പറയുക, വായിൽ ഉപ്പ് ഇട്ടിട്ട് മുട്ടുകുത്തിച്ച് നിൽക്കുക. ഈ രീതിയിലടക്കമുള്ള തൊഴിൽ ചൂഷണം, ഈ രീതിയിലടക്കമുള്ള തൊഴിൽ പീഡനം ആണ് ഇവർക്ക് നൽകുക. ഒരു ഡെയിലി മാർക്കറ്റിംഗ് എന്ന രീതിയിലാണ് ഇവരുടെ കാര്യങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഒരു ദിവസം 2000-ൽ കുറവ് അവർക്ക് ഒരു വിഹിതം നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ രീതിയിലുള്ള പീഡനങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇവരെ കലൂരിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിലും ഇവർക്ക് ഒരു താമസ സ്ഥലം അടക്കമുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പലരെയും ഇവർ ആകർഷിക്കുന്നത്. പലരും തന്നെ ഈ കൊച്ചി നഗരത്തിന് പുറത്ത് കേരളത്തിന്റെ തന്നെ വിവിധ പ്രദേശങ്ങൾ, പലപ്പോഴും ഗ്രാമീണ മേഖലയിൽ അടക്കമുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. അവർക്ക് ഇവരുടെ വക ഒരു കെണികളും കാര്യങ്ങളും ഒന്നും കാര്യമായി അറിയാത്തവരാണ് ഇവിടേക്ക് വരുന്നത്. പിന്നീട് ബോണ്ട് അടക്കമുള്ള വ്യവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് ഈ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പലയിടത്തായി തൃപ്പൂണിത്തുറയും പോലുള്ള പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കും. ഈ താമസ സ്ഥലത്താണ് ഈ രീതിയിലുള്ള തൊഴിൽ പീഡനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇവരുടെ മാനേജ്മെന്റിന്റെ വക ആളുകൾ സ്ഥലത്തെത്തുകയും ഒപ്പം തന്നെ അവരോട് ഡാനിയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ആ തൊഴിൽ ചൂഷണത്തിന്റെ, തൊഴിൽ പീഡനത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് മനാഫില്ല കഴിച്ചിട്ട് മനാഫില്ല കഴിച്ചിട്ട് ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, ഇത് മലയാളികളായിട്ടുള്ള തൊഴിലാളികളാണോ ഈ രീതിയിൽ ക്രൂരത കാട്ടിയത്? ഇത്രയും തെളിവുകളടക്കം ഉണ്ടായിട്ടും പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല എന്ന് പറയുമ്പോൾ ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ടോമ, കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പോലീസിലേക്ക് പരാതി നൽകുക, അത് അതിൻ്റെതായ ഒരു സ്വഭാവത്തോടുകൂടി ഒരു പരാതിയായിട്ട് പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇവർ പലപ്പോഴും വിളിച്ചു പറയുക എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുക. ഇവർക്ക് ഈ മറ്റേതെങ്കിലും രീതിയിൽ ഇനി ജോലി നഷ്ടപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ തന്നെ സംശയങ്ങളുണ്ട്. ഈ രീതിയിൽ തൊഴിൽ പീഡനം നടത്തുന്ന രംഗങ്ങൾ, അതായത് ഇവർക്ക് ഇടയിൽ തന്നെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അവർ തന്നെ ചിത്രീകരിച്ചതാണ്. പക്ഷെ ഇത് പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. ടാർഗറ്റ് ആയിരുന്നു ഇവരുടെ പ്രധാനമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. ഈ ടാർഗറ്റ് പൂർത്തീകരിക്കാത്തവരെയാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഹോസ്റ്റലുകളിൽ റാഗിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത് നമ്മൾ പലപ്പോഴും വാർത്തകളാകാറുണ്ട്. അതേപോലുള്ളൊരു സംഭവം തന്നെ, അതിനേക്കാൾ ക്രൂരമായിട്ട് തന്നെ ഇതെല്ലാം പഠിച്ച് പുറത്തിറങ്ങി ജോലിക്ക് വേണ്ടി എത്തുന്നവർ, അവർക്കിടയിലാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് ഇതിനോടെല്ലാം തന്നെ ആ സമയങ്ങളിൽ തന്നെ പ്രതികരിച്ച് പോകേണ്ടവർ തന്നെയാണ്. പക്ഷേ ഒരു ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, അത്രത്തോളം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത്രത്തോളം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നവരാണ്. അതുകൊണ്ട് മലയാളികൾ തന്നെയാണ് ഇതിലായിട്ടുള്ളത്. അവർ എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് ഇത്രയും സഹിച്ച് നിന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഏതെങ്കിലും രീതിയിൽ അവരുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഇതെല്ലാം തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മറ്റൊന്നുകൂടി അറിയുന്നത്, ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നേരത്തെയും ഇതിന്റെ ഉടമസ്ഥനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. അത് നാളുകൾക്ക് മുൻപാണ്, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എന്നതുകൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിനെതിരെ കർശന നടപടികൾ
നടപടികളിലേക്ക് അടക്കം നീങ്ങുന്നുണ്ട്. നിലവിൽ ലേബർ ഓഫീസറോടടക്കം ഇക്കാര്യത്തിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് തൊഴിൽ വകുപ്പ് മന്ത്രിയിൽ നിന്ന് തന്നെ ഉത്തരവായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും അത്തരം അന്വേഷണത്തിലേക്ക് അടക്കം പോകുന്നു. ഈ ക്രൂരമായ തൊഴിൽ പീഡനം ഈ രീതിയിൽ നടക്കുന്നു എന്ന ഒരു വസ്തുതയാണ് നിലനിൽക്കുന്നത്. ഇത് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഏതായാലും ഈ ജീവനക്കാർക്കെതിരെ നടത്തിയിരിക്കുന്ന വളരെ ഇപ്പോൾ ഈ തൊഴിൽ ചൂഷണത്തിന് തൊഴിൽ പീഡനത്തിന് ഇരയായ അഖിൽ ചേരുന്നുണ്ട് തത്സമയം. അഖിൽ, എന്താണ് സംഭവിച്ചത്? ഈ സ്ഥാപനത്തിനുള്ളിൽ, ഈ ഓഫീസിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എന്ത് തൊഴിലിന് വേണ്ടി, എന്ത് ജോലിക്ക് വേണ്ടിയാണ് അവിടെ എത്തിയത്? അവരുടെ ഹലോ കേൾക്കണ്ട? ഹലോ ഹലോ കേൾക്കാം പറഞ്ഞോളൂ. കേൾക്കാണ്ടല്ലേ? ഓക്കെ. ഇവര് കേൾക്കാം, പറയാം. മാനേജർ പോസ്റ്റും പറഞ്ഞാണ് ഞങ്ങളെ വിളിച്ചത്. മാനേജർ പോസ്റ്റും പറഞ്ഞ് ഇവര് വിളിക്കഴിഞ്ഞ് പത്രത്തിലെന്തോ കണ്ടിട്ടാണ് ഞാൻ ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് എന്താണ് ഇന്റർവ്യൂവിനൊക്കെ പറഞ്ഞത് 10,000 രൂപ ശമ്പളവും ആദ്യത്തെ ഒരു 6 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ 8 മാസം 8,000 രൂപ തൊട്ട് 10,000 രൂപ വരെ ആദ്യത്തെ ശമ്പളം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത്. പിന്നെ ഓഫീസ് ജോബ് ആയിരിക്കും, ട്രെയിനിങ് ഒക്കെ ഓഫീസിൽ തന്നെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളപ്പോ ഒന്ന് വീണുപോയി. നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങലായി. പിന്നെ ഓരോ വീടുകളിലൊക്കെ ചെന്ന് കയറി ഇറങ്ങി ഓരോ സാധനങ്ങളൊക്കെ വിൽക്കണതാണ് ശരിക്കും പറഞ്ഞ ഈ ജോലി. അത് ഞങ്ങളോട് നുണയാൻ പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടുപോയതെന്നുള്ളൂ. പിന്നെ പിന്നെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ബിസിനസിന്റെ കാര്യത്തിൽ ഒരു 2000-ൽ താഴെ ആയിട്ടാണ് എല്ലാവരും ബിസിനസ്സും കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക തരം കുറെ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഓരോ ആൾക്കാർക്ക് പറ്റാത്ത രീതിയിലുള്ള പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉപദ്രവം എന്ന് വെച്ചാൽ അത്രയും ഉപദ്രവമായിരുന്നു. അല്ല, ഏതൊക്കെ രീതിയിലാണ് നിങ്ങളോട് ക്രൂരമായി പെരുമാറിയത്? ചില തൊഴിലാളികളെ അടിവസ്ത്രത്തിൽ നിർത്തി മുട്ടിന്മേൽ, അതായത് ഈ ബെൽറ്റ് കഴുത്തിലിട്ട് നായ്ക്കളെ നടത്തുന്ന പോലെ നടത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ രീതിയിലുള്ള ഒരു ക്രൂരതയ്ക്ക് അഖിലും ഇരയായിട്ടുണ്ടോ? അത് കണ്ടത് മാത്രമല്ല, അതൊക്കെ മേലെ ഉണ്ട്. അതൊക്കെ മേലെമാരെ കാണിക്കും. എങ്ങനെ കാണിക്കണമെന്ന് വെച്ചാല് മറ്റേ ഏത് രീതിയിലായിരുന്നു? പച്ചക്ക് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഹലോ, തീർച്ചയായും നിങ്ങൾക്ക് പറയാം. പരസ്പരം അങ്ങാട്ട് ഇങ്ങനെ നിരത്തി നിർത്തി പറയാം. എല്ലാരും നിരത്തി നിർത്തും. എന്നിട്ട് പാന്റ് എല്ലാവരും ആയിരിക്കും. എന്നിട്ട് പരസ്പരം അങ്ങാട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടിരിക്കാൻ പറയും. എന്നിട്ട് പിന്നെ കുറെ പച്ചക്ക് തണ്ടക്കും തള്ളക്കും കുറെ തെറിയൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഈ പണ്ടത്തെ പോലീസുകാരൊക്കെ കൊടുക്കണ, പണ്ട് കാലത്തെ ആൾക്കാർ കൊടുക്കണ പണിഷ്മെന്റ് ഇല്ലേ, ഈ വായിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വായിലിരിക്കാൻ വേണ്ടി കസേരയിലിരിക്കണ പോലെ കൈ നീട്ടി കാൽ മുട്ടുമടക്കിട്ട് അതേപോലെ ഇരിക്കണം വായിൽ. അത് ഇച്ചിരി ഉപ്പൊന്നുമല്ല, ഒരു കറിക്കറിന് ഉപ്പൊന്നുമല്ല, ഒരു കയ്യിലുപ്പാണ്. ഉന്നുപോലെ എടുത്തിട്ട് വായിട്ടായിട്ട് വായിലിരിക്കണ പോലെ ഇരിക്കാൻ പറയും. അങ്ങനെയാണ് അത് എനിക്കിട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ നിർത്തി പോകുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ താഴെ പഴമൊക്കെ ഇട്ടിട്ട്, ചീന പഴമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കുപ്പി ഇട്ടിട്ട് നക്കാനൊക്കെ പറയും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ വൃത്തികെട്ട ആൾക്കാരെ ഉപദ്രവിക്കണം. അല്ല, നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടില്ല? ഇത്രയധികം മനുഷ്യത്വരഹിതമായ രീതി, ഇത്രയധികം ക്രൂരതകൾ നേരിട്ടിട്ട് എന്തുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാതിരുന്നത്? ഞാൻ പറയട്ടെ, പോലീസിൽ ഞാൻ ഒറ്റക്ക് പോയിട്ട് പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ആ സമയത്ത് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോണേന്ന് പറഞ്ഞിട്ട് പോലെ അവിടുത്തെ പിള്ളേരെല്ലാവർക്കും മൊബൈലിന്റെ മതിയൊന്നും പറഞ്ഞാൽ നിന്നോണ്ടെന്ന് വെച്ചാൽ. കാരണം ഞാനപ്പോ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ആർക്കും അങ്ങനത്തെ ഒരു അനുഭവമേ ഇല്ലെന്നേ അവര് പറയുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പൊ എല്ലാവർക്കും അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും പഠിച്ചു. അപ്പൊ ഞാൻ ഒറ്റക്ക് പോയിട്ട് അവിടെ ആ സമയം ആരും പ്രതികരിച്ചില്ല. ഇല്ല, ആ സമയത്ത് ആരും പ്രതികരിക്കാൻ ഉണ്ടായില്ല. ഇപ്പോഴല്ല ഇതൊക്കെ പുറത്ത് വന്നത്. ഞാൻ ഒറ്റക്ക് പ്രതികരിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. അല്ല, ഈ ഉടമ, ഈ തൊഴിലുടമയ്ക്കെതിരെ ഇതിന് മുൻപും സമാനമായ രീതിയിലുള്ള പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് കേൾക്കാൻ അറിഞ്ഞ കാര്യം, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണോ? ഇയാളുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഇതേപോലെ തൊഴിലാളികളോട് ക്രൂരമായി പെരുമാറുന്ന ഒരു തൊഴിലുടമ? ഈ സത്യം പറഞ്ഞാൽ ഇയാള് വേറെ ലഹരികൾ ഉപയോഗിക്കുമെന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല. പക്ഷെ പക്കാ സൈക്കോ തരമാണ് ഈ കാണിക്കണത്. ഈ മറ്റേ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സൈക്കോ കാണിക്കണ രീതി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ.
അല്ല, എന്താണ് ഇപ്പം ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇനി പോലീസിൽ പരാതി നൽകാൻ ആലോചിക്കുന്നുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഞങ്ങള് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഓൾറെഡി പരാതി കൊടുത്തു. പോലീസ് നടപടി ഒന്നും സ്വീകരിച്ചില്ല ഇതുവരെ ഇല്ല. കാരണം ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് പോലീസുകാരനെ അയാളെ അല്ല, ഈ ദൃശ്യങ്ങളടക്കം ഈ തെളിവുകളടക്കം കൈമാറിയോ നിങ്ങൾ? അവിടെ എല്ലാ തെളിവെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ അവിടെ സംസാരിച്ചു നമുക്ക് ഇതൊക്കെ എഴുതി കൊടുത്തു. കേസൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ പീഡനങ്ങളാണ് അനുഭവിച്ചതെന്ന് വരെ പറഞ്ഞു. എന്നിട്ട് അവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാ ഇത്ര നാൾ അവിടെ പോയി നിന്നത് എന്നാണ് ചോദിക്കണത്. പിന്നെ ഇതൊക്കെ പഠിക്കണത് ഇതൊക്കെ ഒരു നല്ല കാര്യമല്ലേ, നിങ്ങൾ പഠിച്ചറിയാലോ, നിങ്ങൾക്ക് ഒരാളെ മാനേജ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്താൽ പോരെന്ന് അവര് ഞങ്ങളോട് ചെയ്യണം. ഞങ്ങൾ വേറെ എന്ത് പറയാനാ? വ്യക്തമാണ്. അഖിലാണ് ഈ ക്രൂരമായ തൊഴിൽ പീഡനത്തിന്, തൊഴിൽ ചൂഷണത്തിന് ഇരയായ അഖിലാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാനി, ഈ അഖിൽ പറയുന്നതനുസരിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് പറഞ്ഞു ഇതൊക്കെ പഠിക്കുന്നത് നല്ലതല്ല, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുമെന്ന രീതിയിൽ. കാരണം അത്രയ്ക്കും ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോളേജിൽ മുൻപുണ്ടായിരുന്ന റാഗിങ്ങിനേക്കാൾ ക്രൂരമായ രീതിയിൽ, പ്രാകൃതമായ രീതിയിലുള്ള ശിക്ഷണ നടപടികൾ അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾക്കപ്പുറം വലിയ ക്രൂരമായ തൊഴിൽ ചൂഷണം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അഖിൽ തുറന്നു പറയുന്നുണ്ട്. തീർച്ചയായും ടോം, കാരണം അഖിലിന്റെ വാക്കുകളിലുണ്ട്. അഖിൽ ചോദിച്ചതുപോലെ ഇത് തുറന്നു പറയാവോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾക്ക് ഇത്രത്തോളം ഈ ഒരു നാണം കെടുത്തുന്ന രീതിയിൽ, അത്യന്തം വളരെ മോശമായ രീതിയിൽ തന്നെയുള്ള ഒരു പീഡനങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മളും പ്രതീക്ഷിച്ചില്ല തുറന്നു പറച്ചിലിൽ. ഏതായാലും അഖിൽ പറഞ്ഞതുപോലെ തീർച്ചയായും ഒരു സൈക്കോ എന്ന രീതിയിൽ തന്നെയാണ് ഈ തൊഴിലുടമ, ഈ സ്ഥാപന ഉടമ ഇവരോടെല്ലാം തന്നെ പെരുമാറിയിട്ടുള്ളത്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഇവർ തന്നെ ചിത്രീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ തന്നെ മറ്റുള്ളവരെ തന്നെ കാണിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. ആർക്കും പരാതിപ്പെടാനുള്ള ഒരു സാഹചര്യം തുടക്കത്തിലുണ്ടായിരുന്നു. എനിക്ക് തുടക്കത്തിൽ ഒരു സംശയം, ഇവർ പരാതിപ്പെട്ടിരുന്നു എന്നതും അതിനുശേഷം ചിലർ ആ പരാതി പിൻവലിച്ചു എന്ന ഒരു ആശയക്കുഴപ്പം, അത്തരം കാര്യങ്ങൾ ഈ വാർത്ത തുടക്കത്തിൽ നമ്മൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അഖിൽ തന്നെ പറയുന്നു ഇതിൽ കൃത്യമായ രീതിയിൽ തങ്ങൾ പരാതി നൽകിയിരുന്നതാണ്, പക്ഷെ അതൊരു നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ട് എന്നതടക്കം പോലീസ് മറുപടി പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ സ്ഥാപന ഉടമയ്ക്കെതിരെ നേരത്തെ അവിടുത്തെ സ്ത്രീകൾ തന്നെ നൽകിയ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നൽകിയ പരാതിയിലാണ്. അങ്ങനെ കൃത്യമായ രീതിയിൽ മുൻകാല ഒരു ചെയ്തികൾ ഉള്ള ഒരാൾക്കെതിരെയാണ് വീണ്ടും പരാതി വരുന്നത്. അത് തെളിവുകൾ സഹിതം, ഇത്തരം ദൃശ്യങ്ങൾ സഹിതം വരുമ്പോഴും അപ്പോഴും പോലീസ് ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നതാണ് ഗുരുതരമായൊരു ചോദ്യം. കാരണം തൊഴിലിടങ്ങളിൽ യാതൊരു രീതിയിലുള്ള ഈ രീതിയിൽ അനുവദിക്കാൻ കഴിയില്ല എന്നെല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഇത്തരക്കാർക്കെതിരെ കർക്കശമായ നടപടികൾ വേണ്ടതാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ അടിയന്തര ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത്തരം നടപടികളിലേക്ക് വൈകാതെ നീങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ കൊച്ചിയിൽ ഇത് സ്ഥാപനം നടത്തുന്നു പോകുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. അവർക്കിടയിൽ അവിടെ വരുന്ന ഇവർ ജീവനക്കാരെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലേക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പാത്രങ്ങൾ, മറ്റു സാധനങ്ങളെല്ലാം തന്നെ വലിയ ബാഗുകളിൽ ചുമന്ന് വരുന്ന കുട്ടികൾ. അവരോടുള്ളൊരു സഹാനുഭൂതി കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ വീട്ടിലെല്ലാം ഇത്തരം വസ്തുക്കൾ ചിലപ്പോൾ ആവശ്യമില്ലെങ്കിൽ കൂടിയും അവരുടെ മുഖം കണ്ടുകൊണ്ട് നമ്മൾ അതെല്ലാം തന്നെ വാങ്ങാറുണ്ട്. അവർ അത് തന്നെയാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഇതുപോലെ വീടുകളിലെത്തുന്ന കുട്ടികളോട് ഉള്ള ഒരു സഹതാപം കാരണം പലരും സാധനങ്ങൾ വാങ്ങാറുണ്ട്. പക്ഷെ അവരനുഭവിക്കുന്ന ഇതുപോലുള്ള തൊഴിൽ ചൂഷണം, ടാർഗറ്റിൻ്റെ പേരിൽ അനുഭവിക്കുന്ന തൊഴിൽ ചൂഷണം, അതിൻ്റെ ഏറ്റവും നടുക്കുന്ന തെളിവുകളാണ്, ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പുറത്തുപോലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള അതിക്രമങ്ങൾ, ക്രൂരതകൾ നേരിട്ടുവെന്നാണ് ഈ അതിക്രമത്തിനിരയായ അഖിലും ന്യൂസ് 18 നേരത്തെ വെളിപ്പെടുത്തിയത്. എമ്പുരാൻ വിവാദങ്ങൾക്കിടെ ഗോകുലം ഗോപാലിന് പിന്നാലെ പൃഥ്വിരാജിനെയും ലക്ഷ്യമിട്ട് കേന്ദ്ര ഏജൻസികൾ. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു. 3 സിനിമകളിലെ പ്രതിഫലത്തിൽ വ്യക്തത തേടിയാണ് നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് സിനിമകളുടെ പ്രതിഫലത്തിലാണ് വ്യക്തത തേടിയത്.
അതേസമയം ഗോകുലം റെയ്ഡിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഗോകുലം ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചെന്ന് ഇ ഡി കണ്ടെത്തി. RBI ചട്ടവും ഫെമ ചട്ടവും ലംഘിച്ച് 592 കോടി രൂപയുടെ വിദേശ ഫണ്ട് കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളിൽ കൂടുതൽ പരിശോധന നടത്തുകയാണ് ഇ ഡി. അതേസമയം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഗോകുലം റെയ്ഡിന്റെ വിവരങ്ങളാണ്. ഗോകുലം ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് സ്വീകരിച്ചുവെന്ന കണ്ടെത്തലുണ്ടല്ലോ. ഇ ഡിയുടെ ഈ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ നവമി. ടോം, ഇന്നലെ രാവിലെ ഏകദേശം 10 മണിയോടുകൂടി ആരംഭിച്ച റെയ്ഡ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഗോകുലം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 10 സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1.5 കോടി രൂപയാണ് പിടിച്ചെടുത്തത്. ഇതിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ ഗോകുലം ഗ്രൂപ്പ് ഉടമ ഗോകുലം ഗോപാലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ 1.5 കോടി എവിടെ നിന്ന് വന്നു എന്നത് ഇ ഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഇതിന്റെ തെളിവുകളടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പമാണ് ഈ റെയ്ഡുകൾക്ക് ശേഷം ഇതിന്റെ പരിശോധന, ഈ ഒരു അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഒരു പത്രക്കുറിപ്പ് വരുന്നുണ്ട്, ഇതിനൊരു വിശദീകരണം. അതിലവർ പറയുന്നത് ഫെമ നിയമലംഘനത്തിലൂടെ 593 കോടി രൂപ വിദേശത്ത് നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 371.80 കോടി രൂപ പണമായും അതോടൊപ്പം 220.74 കോടി രൂപ വ്യക്തികളിൽ നിന്നും ചെക്കായുമാണ് പിരിച്ചെടുത്തത്. അതായത് വിദേശത്ത് നിന്നാണ് ഈ തുക പിരിച്ചെടുത്തത്. 2015 ജൂൺ 11 RBI വിശദമായിട്ടുള്ള ഒരു മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്കും പണം അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു മാർഗരേഖ RBI പുറത്തിറക്കിയിരുന്നു. ആ മാർഗരേഖയുടെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള ലംഘനമാണ് ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ നടത്തിയതെന്നുകൂടി ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ എമ്പുരാൻ സിനിമയുടെ വിവാദത്തിലെ തുടർന്നാണ് ഇങ്ങനെ ഒരു ഇ ഡി റെയ്ഡ്, അതിന് തരത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഇ ഡി വ്യക്തമാക്കുന്നത് അത്തരത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പരിശോധനകളും അല്ല. ഇതിനു മുൻപ് തന്നെ നേരത്തെ തന്നെ ഈ ഫെമ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഗോകുലം ഗോപാലന്റെ ഗ്രൂപ്പിനെതിരെ അല്ലെങ്കിൽ ഈ ഗോകുലം ഗ്രൂപ്പിനെതിരെ നിലനിന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നാളുകളായി ഗോകുലം ഗോപാലിനും ഈ സ്ഥാപനവും ഒക്കെ ഇ ഡിയുടെ നിരീക്ഷണത്തിലായിരുന്നു. ആ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു റെയ്ഡും ഒപ്പം ചില രേഖകൾ കണ്ടെത്തുകയും ചെയ്തത് എന്നുകൂടിയാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. തീർച്ചയായും നവമി, അതോടൊപ്പം പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. 3 സിനിമകളിലെ പ്രതിഫലത്തിൽ വ്യക്തത തേടിയാണ് നോട്ടീസ്. അതിനുള്ള നടപടികൾ, ആദായ വകുപ്പിന്റെ നടപടികൾ എങ്ങനെയാണ്? കേട്ടോ, 3 സിനിമകൾ 2022 പൃഥ്വിരാജ് അഭിനയിച്ച 3 സിനിമകൾ കടുവ, ഗോൾഡ്, ജനഗണമന, ഈ 3 സിനിമകളിലും പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. പകരം ഈ സിനിമയുടെ പാതി നിർമ്മാതാവായിരുന്നു പൃഥ്വിരാജ്. ഈ ഒരു രീതിയിൽ പൃഥ്വിരാജ് 40 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ചില വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു സാധാ നടപടിയെ തന്നെയാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. പക്ഷെ 40 കോടി രൂപ ഈ സഹനിർമ്മാണത്തിന്റെ പേരിൽ പൃഥ്വിരാജ് കൈപ്പറ്റി എന്നതിലാണ് ആദായ നികുതി വകുപ്പ് ചില സംശയങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 29-നകം മറുപടി നൽകണം എന്നൊരു ആവശ്യം കൂടി പൃഥ്വിരാജിനോട് ഈ നോട്ടീസ് അയച്ചിരിക്കുമ്പോൾ പറയുന്നുണ്ട്. ഒപ്പം 2022 ഡിസംബർ 15 ലിസ്റ്റിൻ സ്റ്റീഫനും ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസുകളിലുമൊക്കെ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധന അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് പൃഥ്വിരാജിനോടും ഇതിന്റെ ചില രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത് എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. പക്ഷെ പൃഥ്വിരാജോ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയോ ഇതുമായി വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി. എന്തായാലും എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ കരുതിയിരിക്കുന്നത് നല്ലതാണ്. സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിനെ ലക്ഷ്യമിട്ട് ഇ ഡിയുടെ നീക്കം, പൃഥ്വിരാജിനെ ലക്ഷ്യമിട്ടുകൊണ്ട്
ആദായ നികുതി വകുപ്പിൻ്റെ നീക്കങ്ങൾ. ഇനി ഒരു പക്ഷേ ആരൊക്കെ ആയിരിക്കും കേന്ദ്ര ഏജൻസികളുടെ പട്ടികയിലുള്ളത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.